കണ്ണൊക്കെ പുറത്തൊക്കെ എല്ലാവർക്കും സുഖല്ലേ ഗൈസ്? നമ്മളുടെ അതിർത്തി വിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. അണ്ടറിലെ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണെന്ന് അല്ലേ? ഇതല്ലേ ഒരു 5-6 കൊല്ലങ്ങൾക്ക് മുമ്പ് വിസ്മയിൽ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു വലിയ സ്ഥലത്തേക്ക് ആദ്യമായിട്ടാണ് ഇവിടെ നമ്മൾ കുളിക്കാൻ വേണ്ടിട്ട് ഒരു ദിവസം കുളിക്കാതെ വന്നത്. നിങ്ങൾക്ക് എങ്ങനെ വന്നേ? ഇത് കുളിച്ചണോ? ഇജു അസ്കർ കുളിച്ചണേ? ആ അപ്പൊ കുളിക്കാതെ വന്നാ അവിടെ തവള വെള്ളത്തിലൊക്കെ നല്ലതായിട്ട് കുളിക്കുക. തവളവെള്ളം പാറ ഒന്ന് വിളിച്ചെന്റെ വെള്ളമൊക്കെ ഉണ്ട്. ആ സാധനങ്ങൾ കണ്ടു തുടങ്ങിട്ടോ കാര്യം നമ്മൾ വിചാരിച്ച് തീരെ ആളുണ്ടാവില്ല. ഇവിടെ നല്ല ആളുണ്ട്. ഗൈസ് പുറത്തുനിന്ന് നല്ല മുട്ടക്കറിയും എന്തേന് ഒറാട്ടിയും തിന്നോണ്ടേ ഇവിടെ കഴിക്കാല്ലേ ഗൈസ്. ഇവിടെ നല്ല ഫീഡ്ബാക്ക് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് പുറത്തുനിന്ന് തന്നെ അല്ലേ? മുട്ടക്കറിയൊക്കെ കള്ളൻ്റെ ഉള്ളിൽ നിന്ന് എന്താന്ന് ഏഴാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ. ഞങ്ങൾക്ക് ആദ്യം എത്തടാ ഇവിടെ കേട്ടടാ ഫ്രാങ്കല്ലേ മതി വീഡിയോ കട്ടാക്കിട്ട് ഇന്നെ കയറ്റി നമ്മൾ ഉള്ളിലോട്ട് കയറി. ഇവിടെ എന്തോ മാസ്ക് എന്തോ കിട്ടുകാറുണ്ടോ? ഡോറയുടെ പ്രയാണം തുടങ്ങിയിരിക്കുകയാണ്. ഒന്നും കണ്ടല്ലോ. നിങ്ങൾ ഇത് കാണുന്നുണ്ടോ? എവിടേക്കാതെ പോണ്ടേ? ഡോറ ഏതെങ്കിലും തീരുമാനിച്ചൂടി. ഇത് കിട്ടില്ലല്ലോ. ഇത് കേറെ എല്ലാത്തിലും വണ്ടി വാങ്ങി കേറുണ്ട്. എന്താ ആവോ? തുടക്കം തന്നെ കുഞ്ചു കലക്കണോ? മുട്ടൊക്കെ തിന്ന് ഫസ്റ്റ് കേറിട്ട് ബാക്കി കാണാം. ഈ ഒരു സാധനത്തിൽ കയറി ചുണ്ണി സാധനം പവറിഞ്ഞ ഈ സാധനം നോക്കി ഇതില് ഞാൻ കേറും. നമ്മളെ കൂട്ടത്തിന്റെ കേറിക്കടേ കണ്ണൊക്കെ പുറത്തൊക്കെ ഈ ഒരു സാധനത്തിൽ കേറാണ്ടേ ഇല്ലാണ്ടായി. ഞോലത് അയില് കയറാൻ പോണി. ഞാൻ ഇല്ലായിരുന്നു കജ്ജണ്ടതൊക്കെ പാടെ അള്ളൊക്കെ ബാക്കി എന്തൊക്കെ പൊട്ടി പോവാൻ കഴിയൂല. പെരക്കത്തൂല നമ്മളിങ്ങനെ സൈഡായി എല്ലാരും സൈഡായി. എല്ലാരും ഇല്ല പത്രക്കൻ സൈഡായി. ഇപ്പൊ സൈഡാൻ വരും. ഇത് കൈ ഇറക്കി ഇനി എന്തായാലും അടിച്ചാല് കയറണം എന്നാണ് ആഗ്രഹം. നടക്കോ നോക്കാൻ നോക്കി. ഇതിലും കൂടി കയറാനുള്ള കെൻപ്പ് അങ്ങക്ക് ഇല്ല. ഇതിലും കൂടി കയറിയ പോവും. എന്നാ ടീമിക്ക് രണ്ടാളും കൂടി എണ്ണം കൂടിയിരിക്കുകയാണ്. രണ്ടാളത്തിന് രാത്രി കഴിഞ്ഞ് എല്ലാ പരിപാടികളും നമ്മളിങ്ങി വെള്ളത്തിലോട്ട് ഇറങ്ങാൻ ആ പോണ മോനെ ഒന്ന് വിഷ്വൽസ് എടുക്കാൻ പറ്റില്ലേ? ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും പായണം വിഷ്വൽസ് എടുക്കാൻ. അതന്നെ വെള്ളക്കാലം കിടിലേ. ഹീറോ ഇനി തൊണ്ടത്തെ വെള്ളം വെച്ചാണ് നമ്മുടെ ചോര പഠിച്ചോ. എന്റെ സാറേ കൊച്ചു കടല് ഊര നെട്ടി. ഇതാണ് ഞങ്ങളെ വണ്ടി. ഈ വണ്ടിയിലാണ് നമ്മൾ കേറാൻ പോകുന്നത്. നീ കേറാണ് ഞാനും നോക്കിയിട്ടുണ്ട്. നമ്മളിന്ന് ഭൂതം കളിക്കാൻ പോവാണ്. കല്ലങ്കാട്ട് നീതിനെ പേടിപ്പിച്ചാൻ പോയ മാർക്കറ്റാണ്ട് പരിപാടികൾ കഴിഞ്ഞു. നമ്മളിന്ന് തിരിച്ചു മാറ്റാൻ പോവുകയാണ്. ഷെഡി മാത്രം പോയി, ഹെഡ്സെറ്റും പോയി. എന്റെ ബാഗ് ഇവിടെ ഉള്ള ഒരു ചങ്ങായിന്റെ ലോക്കറിനുള്ളിൽ വെച്ച് അടിവസ്ത്രം അടക്കതായില്ല. ഗൈസ് ഡ്രസ്സൊക്കെ കിട്ടി ഗൈസ്. ഹാപ്പി ഗൈസ്. ഹലോ കളികൾ
ഇത് മേടിച്ചത് കിടിലേ ഗൈസ്. ഒരുപാട് മെമ്മറീസ് വന്ന വണ്ടറിനോട് നമ്മൾ വിട പറയാണ് ഗൈസ്. ഇനി ജീവൻ ഉണ്ടെങ്കിൽ കൊച്ചിയിൽ വണ്ടറിലേക്ക് വരില്ല. ഏത് വണ്ടറിലേക്ക് വരിക? ബാംഗ്ലൂർ കളി അന്താരാഷ്ട്ര കൊറേ പറയാണ്ട് ഗൈസ്. ഇവിടുത്തെ ഓരോ കേസ് കെട്ടുകള് വരുന്നോലൊക്കെ ശ്രദ്ധിച്ചോളി. എന്തായാലും ഉള്ള പൈസക്ക് നമ്മള് മുതലാക്കി കുറച്ചൊക്കെ. ലോക്കർ, ഒരു ചുണ്ണാപ്പി ലോക്കറുണ്ട്. അതില് 2-3 സാധനം 2 പാക്കറ്റ് കൊണ്ടു. അതിന് 400 റുപ്യ. പിന്നെ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഫുഡും ഇതൊക്കെ വാങ്ങണോലൊക്കെ ശ്രദ്ധിച്ചോളി. ഒരു പ്ലാങ്കി ഫുഡുകളാണ് ഒക്കെ കിട്ടുന്നത്. അത് പിന്നെ നമുക്ക് ആദ്യം അറിയണോണ്ട് കുഴപ്പമില്ല. എന്തായാലും ഒരുമാതിരിപ്പെട്ട നല്ല കട്ടിച്ചാക്ക് ഇട്ട് നല്ല ഫ്രീക്കായിട്ട് അങ്ങോട്ട് പോകാൻ നിൽക്കണ്ട. കാരണം നിങ്ങൾക്ക് വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല. ഡ്രസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നല്ല ലൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇട്ട് പോവാം. അവിടെ വെക്കാനും സ്ഥലം ഉണ്ടാവുക. അല്ലാത്ത പക്ഷം നിങ്ങൾ ചെറിയൊരു ലോക്കർ വലിയൊരു എമൗണ്ട് കൊടുത്ത് വാങ്ങേണ്ടി വരും. ഞങ്ങൾ തന്നെ കറക്റ്റ് പൈസ ആക്കി പോയിട്ട് തന്നെ ഞങ്ങൾ കുടുങ്ങിന്. പിന്നെ ഞങ്ങൾ തോർത്തെടുക്കാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ തോർത്തെടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ടിക്കറ്റിന് എത്ര രൂപ 1400 അങ്ങനെ എന്തോ ഒരു ഓഫറിലാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് പോകാനാണ് ഏറ്റവും നല്ലത്. അവിടെ പോയി വരുന്ന ഇടങ്ങാറായി പിന്നെ അവിടെ എനിക്ക് വില കൂടുതലാണ്. ഞങ്ങൾ ഓഫറിൽ കിട്ടിയ സമയത്ത് തന്നെ ഞങ്ങൾ അവിടുന്ന് കമ്പനിയായ ചെക്കന്മാർ അവിടെ പോയി ടിക്കറ്റ് എടുത്തപ്പോൾ എത്ര രൂപയായിരുന്നു? 2000 റുപ്യ ഒരു ടിക്കറ്റിന്. ഞങ്ങളെ ഏകദേശം 1400 എന്താ ഞങ്ങൾക്കൊരു ഓഫറിൽ 7 ആൾക്ക് ബൾക്കാക്കി എടുത്തപ്പോൾ ഓഫറിലാണ് കിട്ടി. ഫുഡ് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തുനിന്നോ അങ്ങനെ എന്തെങ്കിലും നല്ലൊരു പൊറോട്ടയും കാര്യങ്ങളൊക്കെ കുറച്ച് നേരം വൈകുന്നേരം വരെ പിടിച്ചിട്ടുള്ള സംഭവങ്ങൾ രാവിലെ തന്നെ കഴിക്കണം. നല്ല ഉള്ളിൽ നിന്നൊക്കെ വാങ്ങണതിനൊക്കെ നല്ല പൈസയാണ്. അതുകൊണ്ട് പുറത്തുനിന്ന് നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റിൽ റിപ്ലൈ തരാം. എല്ലാവരോടും ഡ്രീം ഇറ്റ്, ഡു ഇറ്റ്. നല്ലൊരു മികച്ച എക്സ്പീരിയൻസ് ആയിരുന്നു. ബൈ ഗൈസ്.